നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആ പോരാട്ടം. FC ബാഴ്സലോണയും PSG തമ്മിൽ ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുന്നു. ഒരു കടുത്ത പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ക്യാമ്പ് നൗവിലല്ല കളി എന്നെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെയും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രഷർ കുക്കറായിട്ട് സ്റ്റേഡിയം മാറണം എന്ന് ഇന്നലെ ചാവി പറഞ്ഞു. ഓരോ കളിക്ക് മുന്നോടിയായിട്ടും നമ്മൾ പ്രധാനപ്പെട്ട കളികൾ വരുമ്പോൾ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലൊക്കെ വരുമ്പോൾ ആരിറങ്ങും ആര് നേടും എന്ന പേരിൽ ഒരു പ്രഡിക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്, പ്രോബിൾ ലൈനപ്പും പ്രഡിക്ഷനും ഒക്കെ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇന്നലെ ലൂയിസ് എൻറിക്ക പറഞ്ഞത് താൻ കൺവിൻസ്ഡ് ആണെന്നാണ്. താൻ മാത്രമല്ല, PSG താരങ്ങളൊക്കെ കൺവിൻസ്ഡ് ആണ് ബാഴ്സയെ തോൽപ്പിക്കാൻ പറ്റും, സെമി ഫൈനലിലേക്ക് കടക്കാൻ പറ്റുമെന്ന്. എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഏതായാലും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരൊക്കെ ഇറങ്ങും. വാറൻസിയർ എമറി ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന സൂചനയാണ് PSG ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം ബാഴ്സലോണയുടെ ഭാഗത്ത് ആരൊക്കെ ഉണ്ടാകും? നമ്മൾ ഒരു പ്രോബിൾ ലൈനപ്പ് പരിശോധിക്കുന്നു. ഫബ്രീസ് ഹോക്കിൻസ്, അതായത് RMC സ്പോർട്ടിൻ്റെ ലേഖകൻ, പുറത്തുവിട്ടിട്ടുള്ള PSG ട്രെയിനിങ്ങും മറ്റുമൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം പുറത്തുവിട്ടിട്ടുള്ള പ്രോബിൾ ലൈനപ്പ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് ജിയാലുഗി ഡൊണാരുമ, ഹക്കീമി, മാർക്കിഞ്ഞോസ്, ലൂക്കാസ് ഹെർണാണ്ടസ്, ന്യൂനോ മെൻഡസ് എന്നിവർ ഡിഫൻസിൽ. വാറൻസിയർ എമറിയും വിറ്റീഞ്ഞയും ഉഗാർട്ടയും ചേർന്നുകൊണ്ട് അവരുടെ മധ്യനിരയിലെ കാര്യങ്ങളൊക്കെ നയിക്കാനോടൊപ്പം ബർക്കോളയുണ്ടാകും. ഡംബലയും എംബാപ്പയും അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കും. ഈ രൂപത്തിലുള്ള ഒരു 11 ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം PSG ഭാഗത്ത് ഈ രൂപത്തിൽ ഡംബലയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ ബാഴ്സയുടെ ആരാധകർ പ്രതികരിക്കും എന്നുള്ളതും കണ്ടാണ്. ഇന്നലെ തന്നെ PSG ടീം ഹോട്ടലിന് മുന്നിൽ വെച്ച് വലിയ രൂപത്തിൽ ഡംബലേക്ക് തെറിവിളിയും PSG തെറിവിളിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബാഴ്സയുടെ 11 എന്തായിരിക്കും? മാർക്ക്-ആന്ദ്രേ ടെർ സ്റ്റെഗൻ, കൂണ്ടെ, അറൗഹോ, കുബാർസി, കൺസേലോ, ഗുണ്ടോഗൻ, ഡിയോങ്, പെഡ്രി, യമാൽ, ലെവൻഡോസ്കി, റാഫീഞ്ഞ. 4-3-3 ഫോർമേഷനിൽ ബാഴ്സലോണ ഇറങ്ങിയേക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. എന്തായാലും കാത്തിരിക്കാം ഒരു കിടിലൻ പോരാട്ടത്തിന് വേണ്ടി. ഇനിയുള്ള ചോദ്യം, ആര് ജയിക്കും? പ്രവചനം ബുദ്ധിമുട്ടാണെന്നേ. കാരണം PSG ചാവി പറഞ്ഞ പോലെ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടീമാണ്. ഒരുപാട് ഓപ്ഷൻസ് ലൂയിസ് എൻറിക്കൊക്കെ ഉണ്ട്. ബാഴ്സക്ക് അങ്ങനെയല്ല. പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ അവരെ വല്ലാതെ വലച്ചൊരു സീസണാണ്. ഉള്ള വിഭവങ്ങൾ വെച്ച് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എങ്കിലും ഇപ്പോൾ മുന്നിലുള്ളത് ബാഴ്സയാണല്ലോ. പിന്നെ സ്വന്തം ആരാധകരുടെ പിന്തുണ കൂടി വരുമ്പോൾ ബാഴ്സലോണയ്ക്ക് ഇന്ന് PSG വെല്ലുവിളി മറികടന്ന് സെമി ഫൈനലിലേക്ക് എത്താൻ കഴിയും എന്നാണ് റാഫ്റ്റോക്സിൻ്റെ ഒരു പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.